താലിബാന്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖിയുടെ ഇന്ത്യ സന്ദർശനവും വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതും ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്തൊരു ചടങ്ങായിരുന്നു. ഭരണഘടനാ വിരുദ്ധവും അവകാശ ലംഘനവും രാജ്യത്ത് നടക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് തടിയൂരുകയാണ് കേന്ദ്രം ഇപ്പോൾ. 1947 സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ ഇന്ത്യക്ക് ഭരണഘടനയും മൗലിക അവകാശങ്ങളുമുണ്ട്. 1999 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയപ്പോൾ അഫ്ഗാനിസ്ഥാൻ മന്ത്രിയായിരുന്ന മുത്തഖിക്ക് വേണ്ടി ഇന്ത്യയിൽ ഇപ്പോൾ ലംഘിക്കപ്പെട്ടത് 2 മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 ഉറപ്പു നൽകുന്ന തുല്യതയും ആർട്ടിക്കിൾ 15 ഭാഗം പ്രകാരം നിരോധിക്കപ്പെട്ട മതം, വംശം, ജാതി, ലിംഗഭേദം അല്ലെങ്കിൽ ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനവുമാണ് ആ 2 മൗലിക അവകാശങ്ങൾ. ഇതിൽ നിന്നും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചിലതുണ്ട്. 1. ഒരു മതേതര രാജ്യത്ത് വന്ന് തോന്നും വിധം സ്വന്തം സ്ത്രീവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് തടയാൻ പോലും കെൽപ്പില്ലാത്ത ദുർബലമായൊരു കേന്ദ്ര സർക്കാർ സംവിധാനമാണ് നമുക്കുള്ളതെന്ന്. 2. താലിബാൻ പച്ചയ്ക്ക് വിളമ്പുന്ന സ്ത്രീവിരുദ്ധ നിലപാടുകൾ തന്നെയാണ് BJPയുടെ നയമെന്നും ഒത്താൽ താലിബാൻ വഴിയൊരു സ്ത്രീവിരുദ്ധത ഇന്ത്യയിലും ഉണ്ടായിക്കോട്ടെ എന്നുമാണ് പിന്നാമ്പുറത്തു നിന്നും അവർ ആഗ്രഹിക്കുന്നത് എന്നും. പിന്നെ എന്തിനാണ് നമുക്ക് ഇത്രയും സ്ത്രീവിരുദ്ധമായ മൗലിക അവകാശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ദുർബലമായൊരു സർക്കാർ? ഇനി കേന്ദ്ര സർക്കാർ വിലക്കെടുത്ത മാധ്യമങ്ങളുടെ ഇമ്പാക്ട് മനസ്സിലാക്കാൻ ഇതുകൂടി കേൾക്കാം. ഇന്ത്യൻ വനിതാ മാധ്യമ പ്രവർത്തകരെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പുറത്താക്കുമ്പോൾ നാവിന് കെട്ടുവീണ് പ്രതികരണശേഷി പാടെ നഷ്ടപ്പെട്ട് ഒരു കൂട്ടം പുരുഷ മാധ്യമ പ്രവർത്തകർ കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്നത് താലിബാന് വഴങ്ങിക്കൊടുത്ത കേന്ദ്ര സർക്കാർ നിലപാടിന് നേരെ ദേശീയ മാധ്യമങ്ങളോ എന്തിനധികം പ്രതിപക്ഷം പോലും വിമർശനങ്ങളോ ചോദ്യങ്ങളോ ഉന്നയിക്കുന്നില്ല എന്നതാണ് വാസ്തവം.